എക്സ്ക്യൂസ് മീ ടീച്ചർ. എന്താ? ഞാൻ ജയകുമാറിന്റെ അനുജനാണ്. ഇന്ദുവിന്റെ മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് പറ്റി? മോളെ ഇന്ന് സ്കൂളിൽ അയച്ചിട്ട് വരുമ്പോ സ്ലിപ്പായൊന്ന് വീണതാണ്. ഞാനിന്ന് വന്നതേ ഉള്ളൂ. ഡൽഹിയിലാ പഠിക്കുന്നത്. അയ്യോ, ഫ്രാക്ചർ വല്ലതുണ്ടോ? ഒന്നും അറിയില്ല. ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മ വന്നപ്പോൾ ഒരേ കരച്ചിൽ, മോളെ കാണണമെന്ന് പറഞ്ഞു. ദേവിത കുഞ്ഞിനെ ഒന്ന് അയച്ചെന്നാൽ ചേച്ചിക്ക് അതൊരു ചേട്ടൻ സ്ഥലത്തില്ല. ചേച്ചിയാണെങ്കിൽ വല്ലാതെ. ശരി, ഇന്ദു UKG-ലല്ലേ പഠിക്കുന്നത്? അതെ അതെ. ആ അന്നമ്മ ടീച്ചറിനോട് ഇന്ദുവിനെ ഇയാളുടെ കൂടെ ഒന്ന് അയക്കാൻ പറയും. ശരി, ഞാൻ പറയാം. താങ്ക് യു. അല്ല, എങ്ങനെയാ പോകുന്നത്? കാറുണ്ട്. ആ, മധുരം വചനം മധുരം നവവസന്ത സുമമധുരം നവവസന്ത സുമമധുരം. സുമേ, സുമേ, എന്താ കൊച്ചമ്മേ? ദേ മണി 12ആയി. നീ ഇതെല്ലാം എടുത്തു വെക്കേ. ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. ഇന്ദു വാന് കയറിയില്ലല്ലോ. അങ്കിള് വന്ന് കൂട്ടിട്ട് പോയെന്ന് പറഞ്ഞു. അങ്കിളോ? എന്താ വന്നില്ലെന്നോ? അങ്കിളിന്റെ കൂടെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചല്ലോ. യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എന്റെ കുഞ്ഞിനെ എങ്ങനെ വിട്ടു ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചൊന്ന് ചോദിച്ചൂടെ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടണം. എന്റെ ഭർത്താവിന് അങ്ങനെ ചേട്ടാനില്ല. നിങ്ങളുടെ ആരുമല്ലേ? എന്റെ കർത്താവേ, അപ്പൊ പിന്നെ കുട്ടി എവിടെ കൊണ്ടുപോയി? ഞാനിനി എന്ത് ചെയ്യും? ചേട്ടൻ ഇവിടെ ഇല്ല. എന്റെ കുഞ്ഞ് എവിടെ പോയോ? കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും, പോലീസിന് ഫോൺ ചെയ്യും. ഹലോ. അയ്യോ, ശബ്ദത്തിൽ ആ പഴയ മാധുര്യമൊക്കെ പോയല്ലോ. ഓ, ഇന്ദു സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ? ഡോണ്ട് വറി, അവൾ എവിടെയും പോയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ട്. അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ എന്നൊരു സംശയമല്ലേ? വേണ്ട, സംശയമൊന്നും വേണ്ട. ഇതാ നമ്മുടെ ഇന്ദുവിന്റെ ശബ്ദമാണ്, കേട്ടോ. മമ്മി, മോളെ ഈ അങ്കിള് കോൺവെന്റിന്ന് അങ്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോയേക്കുവാ. മോക്ക് എന്തെല്ലാം വാങ്ങി തന്നോന്നറിയോ? നല്ല അങ്കിളാ. ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ചെയ്തൊരു വേല. ആ, അതൊക്കെ പോട്ടെ, നമുക്ക് ടേംസിലേക്ക് കടക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? ഞാൻ എന്തെയാണെന്ന് പറ. അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വരാനല്ല പറഞ്ഞത്, ഒറ്റയ്ക്ക്. എന്റെ മോളോ? ഡോണ്ട് വറി പ്രേമ, അവൾ സേഫാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക്. എവിടെ വരേണ്ടെന്ന് പറ. പറയട്ടെ, ധൃതി വയ്ക്കല്ലേ. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്നാൽ മതി. അപ്പൊ എന്റെ മോളോ? പിന്നെയും പറയാം അത് തന്നെ. ഞാൻ തരാന്നേ, അവളെ എനിക്കെന്തിനാ? അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വന്നാൽ പിന്നെ നിന്റെ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായിട്ടായിരിക്കും നീ കാണുക. അയ്യോ, ഞാൻ ആരോടും പറയില്ല. ഞാൻ എത്ര മണിക്ക് വരണം? ഭർത്താവിനോട് പോലും ഇല്ല, ഞാൻ ആരെയും അറിയിക്കില്ല. പ്രോമിസ്. ഇപ്പൊ സമയം എത്രയായി? 40 മിനിറ്റിനുള്ളിൽ സ്റ്റേഡിയത്തിലെത്തണം. ഓക്കെ, ഞാൻ വന്നോളാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ.
ഓട്ടോ ഓട്ടോ നേരെ പോട്ടെ. അച്ഛല്ലേ അങ്ങേരെ പൂട്ടച്ച് വീട്ടിൽ പോയി. എന്റെ താക്കോലുമില്ല. എന്തിനാ സാറേ? മറ്റേ സാധനം ഉണ്ടോ? മറ്റേതോ? ഓ, ഒരു പൊടി വേണേ തരാം. അതിതാ. നീ താക്കോലെന്ന് വാങ്ങിച്ചോണ്ടോ? അയാളെങ്ങും തരത്തൊന്നുമില്ല. മക വെടക്കായി എന്നെ ചീത്ത പറയും. എന്താര്? ആ കടലാസിങ്ങൾ നീ ഇതുകൊണ്ട് കൊടുത്താ മതി. കൊള്ളാമല്ലേ? മോള് നന്നായിട്ട് ചായം കൊടുക്കുന്നുണ്ടല്ലോ. മുയലാണെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആവുന്നുണ്ടല്ലോ. അങ്കിൾ പോയി ഒരു ടെലിഫോൺ ചെയ്തു. മമ്മി അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ ഫോൺ ആരും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അങ്കിൾ വേറെ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ, അങ്കിൾ ഒരു കടയിൽ കയറി കുറെ കാഡ്ബറീസ് വാങ്ങി.
അമ്മയോട് പറയല്ലേ. മോൾ ഇതൊക്കെ കഴിച്ചു വിടിരുന്നു കേട്ടോ. എന്തോരം മുട്ടായ മോക്ക് കിട്ടിയിരിക്കുന്നെ. കോൾ അടിച്ചു. വാടാ. അവൾ വന്നോടാ. ആ വന്നു. നീ അവളെ കണ്ടോ? ആ കണ്ടു. എവിടെയാണ് അവളെ കൊണ്ടുപോയി? ഞാൻ എവിടെയും കൊണ്ടുപോയില്ല. നീ അവളോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവനെ പോലൊരു കൊണഞ്ചൻ. ഇവനെയൊക്കെ കൊണ്ടു നടക്കുന്നവനെ വേണം പറയാൻ. ഒന്നാന്തരം ഒരു ചാൻസ് ആണല്ലോ നശിപ്പിച്ചത്. അങ്കിൾ, നമുക്ക് പോവണ്ടേ? പോവാ മോളെ. മോക്ക് ഇവന്മാർ കഥയൊന്നും പറഞ്ഞില്ലേ? ശരി, മോക്ക് അങ്കിള് പറഞ്ഞുതരാലോ. അവനെ ഫോളോ ചെയ്തിട്ട് അവൻ വന്നില്ല സർ. ഓഹോ, മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. അവൻ ഇതിന് അഡിക്റ്റ് ആയ സ്ഥിതിക്ക് അതേ ഒരു മാർഗമുള്ളൂ. ഈ കൈപ്പട എസിൽ തുടങ്ങുന്ന പേര്, ഇത് രണ്ടും ഓർമ്മ വേണം. അങ്കിൾ, മമ്മീടെ അടുത്ത് പോവാ അങ്കിൾ. മോള് വാശി പിടിക്കാതെ മോളെ. മോക്ക് അങ്കിൾ എന്തൊക്കെയാ വാങ്ങി തന്നിരിക്കുന്നത്? എനിക്ക് മമ്മി വേണം. ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ മോളെ. വേണ്ട വേണ്ട, ഇന്ദുവിന് മമ്മിയെ കാണണം. അയ്യോ, മോക്ക് ടോഫി വാങ്ങിച്ചുതരാം, ഉടുപ്പ് വാങ്ങിച്ചുതരാം. മോളെ സമാധാനമായിട്ടിരിക്കേ. എന്നാലും പോണം. അതേ നോക്ക് അങ്കിൾ എന്തൊക്കെയാ കൊണ്ടിരുന്നെന്ന്. അങ്കിള് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടിരുന്നുണ്ടല്ലോ. ടോഫി ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ടോ? ആഹാ. നല്ല കുട്ടി ഉടുപ്പ് വാങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്ക, നോക്ക് കൊടുക്ക. എങ്ങനെയുണ്ട്? ഇനി പോവാ അങ്കിൾ. പോവാന്ന് പറഞ്ഞില്ലേ? വാടാ, നമുക്ക് ഇന്ദുമോക്ക് കുറച്ച് പാല് വാങ്ങിട്ട് വരാം. എന്നാ വേഗം വാങ്ങിട്ടോ. മോള് പാല് കുടിച്ചിട്ട് നമുക്ക് മമ്മിയെ കാണാൻ പോവാം. നിനക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ പറ. നീ മറ്റൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ തനിയെ വരിക, അത്രമാത്രം. എന്റെ മോള്. ആ, നിന്റെ മോള് വരുന്നുണ്ട്. ശബ്ദം ഒന്ന് കേട്ടോ വേണമെങ്കിൽ. നമുക്ക് എപ്പോഴാ മമ്മിയുടെ അടുത്ത് പോകേണ്ടത്? അതിന്റെ പോവാ അങ്കിൾ. ഇപ്പൊ പോട്ടോ. മോളെ. കേട്ടില്ലേ എന്തു പറയുന്നു? വേഗം പറ. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആയാലോ? നമ്മൾ അവനെ ട്രാപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? എന്താ ഇത്? എന്റെ കുഞ്ഞിനെ നിങ്ങളൊന്ന് കരയാതിരിക്കെ. ഒന്നും സംഭവിക്കില്ല. ഹീസ് ഓൺ ദ ലൈൻ. സ്പീക്ക്. സ്പീക്ക് ഓൺ. ഹലോ ഹലോ. പിന്നെ എന്റെ പ്രേമലതേ, ഇപ്പോഴേ പോലീസ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞതൊക്കെ ടേപ്പ് ചെയ്തു അല്ലേ? ഒരു ടേപ്പ് റെക്കോർഡിന്റെ ശബ്ദം. ആ സാരമില്ല, പഴയതുപോലെ ഇനി പിടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഓർത്തോ, നിന്റെ മോള് പീസ് പീസ്. അയ്യോ വേണ്ട, ഒന്നും ചെയ്യില്ല എന്റെ കുഞ്ഞിനെ. ശരിക്കാലോചിക്ക. എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല, അറിയാമല്ലോ. ഓക്കെ. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിച്ചത്? നിങ്ങളൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഞാൻ പോവാ. ഭ്രാന്താണ് ഈ കാണിക്കുന്നത്. ഭ്രാന്താണ് ഞങ്ങൾക്ക്. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭ്രാന്താണ്. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അവരെ പിടിക്കാൻ കിട്ടി ആദ്യത്തെ അവരെ പാഴാക്കില്ലേ? ശരിയാണ്. നിങ്ങളുടെ സ്ഥലത്ത് ഞാനാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞു പോകും. നിങ്ങളൊന്ന് സമാധാനപ്പെടണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. പ്രോമിസ്. പ്രോമിസ്. എന്താ പപ്പ നീ പറയുന്നത്? നമ്മൾ 3 പേരോട് ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്. ഞാൻ തനിച്ചല്ലല്ലോ. എന്നിട്ടിപ്പോ അന്നത്തെ ഒരു മൂടിന് അല്പം ലഹരിയുടെ പുറത്താണെന്ന് വെച്ചോ, ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഒരു തമാശക്ക് അവിടെ നിർത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതും പോരാഞ്ഞ് ഈ ഗുലുമാല മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒരു കൊച്ചിനെയും കെട്ടോണ്ട് വന്നു. എനിക്ക് വയ്യ. ജോണി,
സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു. ഇവനുണ്ടല്ലോ, ഇവന് വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്ത് വന്നാലും അവന്റെ തന്ത വിചാരിച്ച ഊര. എന്റെ കാര്യം അതല്ലേ. അല്ല, ഒരു പ്രശ്നം വന്നാ എനിക്കും അതൊരു ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ അവന്റെ കാല് പിടിച്ച സംഗതി നടക്കും. കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാന്ന് പറ. പോലീസിനായിരുന്നു ഊരാൻ അതേ ഒരു മാർഗമുള്ളൂ. അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ഗുലുമാലായി. അഴി എണ്ണീത് തന്നെ. അത് മാത്രമല്ലല്ലോ പ്രശ്നം. എന്റെ ഡാഡിയും മമ്മിയും നാളെ എത്തും. ഈ കുട്ടിയുമായിട്ട് ഇവിടെ കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എവിടെ പോകാനാടാ ജോണി? ഒറ്റയ്ക്കായിരുന്നില്ല എങ്ങനെയെങ്കിലും തടയാപ്പാമായിരുന്നു. അതിനെ ആ വീടിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിടുക. അതങ്ങ് പൊക്കോളും. അവിടെ ഒക്കെ പോലീസ് ആയിരിക്കും. ചെന്നാലേ നേരെ പിടിച്ച് അകത്തായിക്കോളും. ഒന്നും മിണ്ടായിരിക്കടാ. ഇവന്റെ വർത്തമാനം കേട്ടാ ഏതാണ്ട് കൊള്ളക്കാരെ പിടിക്കാനായിട്ട് CID മാരെ നടക്കുന്ന പോലെ. അവൻ പറയുന്നത് നേരാ. ചിലപ്പോ അവരവിടെ കാവലാണ്. ഞാൻ പോവാടാ. സുനിൽ, എന്നെ ഒന്ന് ഒഴിവാക്കിയേക്കടാ. പിടിച്ചാലും എന്റെ പേര് പറഞ്ഞേക്കല്ലേ. നീ വീട്ടിലേക്കെങ്കിലും വന്നേക്കരുതേ. ആകെ കുഴപ്പത്തിലാവും. നീ എന്തെങ്കിലും ഒന്ന് പറ. സംഗതി ഗൗരവമുള്ളതാ. ഇന്നൂടെ കഴിഞ്ഞാ ഇവിടുത്തെ താമസം അപകടത്തില. എന്തെങ്കിലും ഒന്ന് പറയേ. ആ, അപ്പൊ ഇതിന് മാത്രം ഞാൻ തനിച്ചൊരു തീരുമാനം എടുക്കണമല്ലേ? അപ്പൊ ഇതുവരെ ഇപ്പൊ ഒഴിഞ്ഞു മാറുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല. നാളെ എന്റെ ഡാഡിയും മമ്മിയും ദർശനത്തിന് വരും. എനിക്കെല്ലാം മനസ്സിലായി. ഉഫ്, ഞാൻ പോയേക്കാം. ഇനി ഒരിക്കലും ഒരു ശല്യമാവില്ല.